നമസ്കാരം. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആൻ മരിയ ജയ്. പ്രധാന വാർത്തകൾ. ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ KCBCയുടെ പുതിയ പ്രസിഡന്റ്. ലയോ 14 പാപ്പയുമായി സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പും സംഘവും കൂടിക്കാഴ്ച നടത്തി. ഫാദർ ഏബ്രഹാം പാറടിയിൽ ഓർമ്മയായി. ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ശേഖരിക്കാം കുടിവെള്ളം പദ്ധതിക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റായി കോഴിക്കോട് അതിരൂപത മെത്രാപ്പൊലീത്ത വർഗീസ് ചക്കാലയ്ക്കലിനെ തെരഞ്ഞെടുത്തു. കേരള കത്തോലിക്ക സഭയുടെ ആസ്ഥാന കാര്യാലയമായ POC പാലാരിവട്ടത്ത് ഡിസംബർ 11, 12 തീയതികളിൽ നടന്ന KCBC സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികൾ തെരഞ്ഞെടുക്കപ്പെട്ടു. കോഴിക്കോട് അതിരൂപത മെത്രാപ്പൊലീത്തയും കേരള റീജിയണൽ ലത്തീൻ കത്തോലിക്ക സഭയുടെ പ്രസിഡന്റുമായ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ പിതാവിനെ KCBC പ്രസിഡന്റായും പത്തനംതിട്ട മലങ്കര രൂപത മെത്രാനായ ബിഷപ്പ് സാമുവേൽ മാർ ഐറേനിയൂസിനെ വൈസ് പ്രസിഡന്റായും ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് തോമസ് തറയിലിനെ സെക്രട്ടറി ജനറലായും KCBC സമ്മേളനം തെരഞ്ഞെടുത്തു. 3 വർഷം സ്തുത്യർഹമായി കേരള കത്തോലിക്ക സഭയെ നയിച്ച പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് ക്ലിമീസ് ബാവായ്ക്കും വൈസ് പ്രസിഡന്റ് ബിഷപ്പ് പോളി കണ്ണൂക്കാടനും സെക്രട്ടറി ജനറൽ ബിഷപ്പ് അലക്സ് വടക്കുംതലയ്ക്കും പൊതുയോഗം നന്ദി അർപ്പിച്ചു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും സംഘവും ലയോ 14 പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. ഡിസംബർ 15 രാവിലെ 10 മണിക്ക് വത്തിക്കാനിൽ നടത്തിയ സുപ്രധാന കൂടിക്കാഴ്ചയിൽ സീറോ മലബാർ മെത്രാൻ സിനഡിന്റെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, മേജർ ആർച്ച് ബിഷപ്പിന്റെ റോമിലി പ്രൊക്യുറേറ്റർ ബിഷപ്പ് മാർ സ്റ്റീഫൻ ചെറപ്പണത്ത് എന്നിവരും ഈ സന്ദർശനത്തിൽ മേജർ ആർച്ച് ബിഷപ്പിനൊപ്പം ഉണ്ടായിരുന്നു. 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ സീറോ മലബാർ സഭയ്ക്ക് കേരളത്തിന് പുറത്ത് പുതുതായി 4 പ്രൊവിൻസുകളും ഗൾഫ് മേഖലയിൽ അപ്പസ്തോലിക് വിസിറ്റേഷനും അനുവദിച്ചതിനും 12 രൂപതകളുടെ അതിർത്തി പുനഃക്രമീകരിക്കുന്നതിനുള്ള സിനഡ് തീരുമാനത്തിന് അംഗീകാരം നൽകിയതിനും പരിശുദ്ധ പിതാവിനോടുള്ള സഭയുടെ ഹൃദയപൂർവ്വമായ നന്ദി മേജർ ആർച്ച് ബിഷപ്പ് രേഖപ്പെടുത്തി. ഈ തീരുമാനങ്ങൾ ആഗോളതലത്തിൽ സീറോ മലബാർ സഭ വിശ്വാസികളുടെ ആത്മീയ പരിപാലനത്തിനും സഭയുടെ പ്രേക്ഷിത ദൗത്യ നിർവഹണത്തിനും വലിയ ശക്തിയും പ്രതീക്ഷയും നൽകുന്നതാണെന്ന് മാർ റാഫേൽ തട്ടിൽ മാർപ്പാപ്പയെ അറിയിച്ചു. സാർവത്രിക സഭയുടെ വിവിധ തലങ്ങളിലും മിഷനറി പ്രവർത്തനങ്ങളിലും സീറോ മലബാർ സഭ നൽകിക്കൊണ്ടിരിക്കുന്ന വിലപ്പെട്ട സംഭാവനകളെ എടുത്തു പറഞ്ഞ പരിശുദ്ധ പിതാവ് സീറോ മലബാർ സഭയോടുള്ള തന്റെ അടുപ്പവും കേരളത്തിൽ മുൻപ് നടത്തിയിട്ടുള്ള സന്ദർശനങ്ങളും അനുസ്മരിച്ചു. ഇതോടൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നിലവിലെ സാഹചര്യം അഭിമന്യ പിതാക്കന്മാർ പരിശുദ്ധ പിതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. സമാധാനവും ഐക്യവും പുനഃസ്ഥാപിക്കുന്നതിനായി സ്വീകരിച്ചു വരുന്ന നടപടികളും സംഭാഷണത്തിന്റെയും സഹിഷ്ണുതയുടെയും വഴിയിലൂടെ ഐക്യം സാധ്യമാക്കാനുള്ള ശ്രമങ്ങളും മേജർ ആർച്ച് ബിഷപ്പ് വിശദീകരിച്ചു. അതിരൂപതയിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടെ ശ്രവിച്ച പരിശുദ്ധ പിതാവ് കൂട്ടായ്മ ഉറപ്പാക്കുന്നതിനായി സ്വീകരിച്ചു വരുന്ന നടപടികളോട് അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും സമർപ്പിതരും പൂർണ്ണമായും സഹകരിക്കേണ്ടതിന്റെ ആവശ്യം തദവസരത്തിൽ എടുത്തു പറഞ്ഞു. സന്ദർശനത്തിന്റെ ഭാഗമായി മേജർ ആർച്ച് ബിഷപ്പ് സിനഡ് സെക്രട്ടറിയും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിന്റെ പ്രീഫെക്ട് കർദിനാൾ ക്ലൗദിയോ ഗുജറോത്തിയുമായും മറ്റ് ഏതാനും വത്തിക്കാൻ കാര്യാലയങ്ങളുടെ മേധാവികളുമായും കൂടിക്കാഴ്ച നടത്തി. സഭാ സംബന്ധിയായ വിവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അവർ നൽകിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്തു. കോട്ടയം അതിരൂപതയിലെ സീനിയർ വൈദികരിൽ ഒരാളായ ഫാദർ ഏബ്രഹാം പാറടിയിൽ ഓർമ്മയായി. 1953 സെപ്റ്റംബർ 26 കരിങ്കുന്നം ഇടവക പാറടിയിൽ ചാണ്ടി ചിന്നമ്മ ദമ്പതികളുടെ മകനായി ജനിച്ചു. 1985 ഡിസംബർ 27 തീയതി മാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. കുറ്റൂർ, ഓതറ, തിരുവനന്തപുരം, വിതുര, പുതുവേലി, തോട്ടറ, ഏറ്റുമാനൂർ, മാറുക, നീഴൂർ, മ്രാല എന്നീ പള്ളികളിൽ വികാരിയായും അരീക്കര പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായും കാരിത്താസ് ആശുപത്രിയിൽ പാസ്റ്റൽ ഡയറക്ടറായും സേവനം ചെയ്തിട്ടുണ്ട്. തുടർന്ന് കാരിത്താസ് വിയാനി ഹോമിൽ വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു. കോട്ടയം അതിരൂപതയുടെ വിവിധ ഇടവകകളിൽ വികാരിയായി സേവനമനുഷ്ഠിക്കുകയും വിവിധ സ്ഥാപനങ്ങളുടെ മേലധികാരിയായി പ്രവർത്തിക്കുകയും ചെയ്ത പാറടിയിലച്ചൻ, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന പൗലോസ് അപ്പസ്തോലന്റെ വാക്കുകളെ അനർത്ഥമാക്കിക്കൊണ്ടാണ് നമ്മളിലൂടെ കടന്നുപോകുന്നതെന്ന് കോട്ടയം അതിരൂപതാധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് അനുസ്മരിച്ചു. രോഗങ്ങളോട് യുദ്ധം ചെയ്ത നല്ലൊരു ഫൈറ്റർ ആയിരുന്നു പാറടിയിൽ അച്ഛനെന്നും രോഗാവസ്ഥകളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ദൈവജനത്തെ നയിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്ന അച്ഛന്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണെന്നും അഭിവന്യ പിതാവ് അനുസ്മരിച്ചു.
നിരവധി മെത്രാന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും ഇടവകാംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലാണ് മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെട്ടത്. ഇടവക വികാരി ഫാദർ ജെയിംസ് വടക്കേക്കണ്ടങ്കരയിലിന്റെയും ഇടവകാംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് മൃതസംസ്കാര ശുശ്രൂഷകൾ ഏകോപിപ്പിച്ച് നടത്തപ്പെട്ടത്. മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റിയും കണ്ണൂർ ജില്ലാ വനിതാ ശിശുവികസന സമിതിയുമായി സഹകരിച്ച് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ് കുനിത്തല അംഗൻവാടിയിൽ വെച്ച് സ്ത്രീകൾക്ക് വേണ്ടി ഓറഞ്ച് ദ വേൾഡ് ക്യാമ്പയിൻ പരിപാടി സംഘടിപ്പിച്ചു. അംഗൻവാടി വർക്കർ അഭിലാഷ CK സ്വാഗതം പറഞ്ഞു. മലബാർ സോഷ്യൽ സർവീസ് സൊസൈറ്റി ലീഗൽ കൗൺസിലർ അഡ്വക്കേറ്റ് രേഖ KC ക്ലാസ് നയിച്ചു. സ്ത്രീധന നിരോധന നിയമം, ഗാർഹിക പീഡന നിരോധന നിയമം 2005 എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി ക്ലാസ്സിൽ പറയുകയുണ്ടായി. അഡ്വക്കേറ്റ് അഷിക കുഞ്ഞനന്ദൻ നന്ദി പറഞ്ഞു. ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി ശേഖരിക്കാം കുടിവെള്ളം പദ്ധതിക്ക് തുടക്കമായി. വേനൽക്കാലത്തെ വരൾച്ചയെ പ്രതിരോധിക്കുക, പെയ്തൊഴുകി പാഴായി പോകുന്ന ജലം ശേഖരിച്ച് സൂക്ഷിക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ജലശേഖരണ ടാങ്കുകൾ വിതരണം ചെയ്യുന്നതിനോടൊപ്പം ഗ്രാമതലത്തിൽ ജലസാക്ഷരതാ സെമിനാറും ജലസംരക്ഷണ പ്രതിജ്ഞയും നടത്തപ്പെട്ടു. പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി സെക്രട്ടറി ഫാദർ സുജിത് കാഞ്ഞിരത്തുമൂട്ടിൽ നിർവഹിച്ചു. ചടങ്ങിൽ പ്രോഗ്രാം ഓഫീസർമാരായ സിറിയക് പറമുണ്ടയിൽ, ജസ്റ്റിൻ നന്ദികുന്നേൽ, മിനി ബെന്നി എന്നിവർ പങ്കെടുത്തു. KCC, KCWA, KCYL സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഫാമിലി മീറ്റും ജോസ് കാട്ടാത്തിൽ അനുസ്മരണ ക്രിസ്മസ് കരോൾ ഗാന മത്സരവും ജ്ഞാനായ പ്രതിഭകളെ ആദരിക്കലും നടത്തി. കുറുമുള്ളൂർ സെയിന്റ് സ്റ്റീഫൻസ് പള്ളിയിൽ നടന്ന പരിപാടി ഫൊറോന വികാരി ഫാദർ സാബു മാലിത്തുരുത്തേൽ ഉദ്ഘാടനം ചെയ്തു. KCC ഫൊറോന പ്രസിഡന്റ് ഷിബി പഴയമ്പള്ളിൽ അധ്യക്ഷത വഹിച്ചു. KCC ഫൊറോന ചാപ്ലിൻ ഫാദർ ലൂക്ക് കരിമ്പിൽ, കുറുമുള്ളൂർ പള്ളി വികാരി ഫാദർ ജെയിംസ് ചെരുവിൽ, KCWA ഫൊറോന പ്രസിഡന്റ് മിനി ജെയിംസ്, KCYL ഫൊറോന പ്രസിഡന്റ് ജോ തോമസ്, ഫൊറോന സെക്രട്ടറി ജിജോ കീരിമുകളിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ജ്ഞാനായ പ്രതിഭകളായ മേയർ റോബിൻ ഇലക്കാട്ട്, ലിസ് ജെയ്മോൻ, ഫിലിപ്പ് കുഴിയമ്പറമ്പിൽ, അയോണ, അഡോണ എന്നിവരെ ആദരിച്ചു. കരോൾ ഗാന മത്സരത്തിൽ കല്ലറ പഴയപള്ളി 1-ാം സ്ഥാനവും ഏറ്റുമാനൂർ 2-ാം സ്ഥാനവും പാലത്തുരുത്ത് 3-ാം സ്ഥാനവും നേടി. വികാരി ജനറൽ ഫാദർ തോമസ് ആനിമൂട്ടിൽ സമുദായ അവബോധ ക്ലാസ് നയിച്ചു. കുറുമള്ളൂർ യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് മൂലേപ്പറമ്പിൽ പതാക ഉയർത്തി. ഫൊറോന ഭാരവാഹികളായ ഷൈജു ആട്ടയിൽ, ഷാജി പീടികപ്പറമ്പിൽ, ബിജു കുടിലിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഷിക്കാഗോ സെയിന്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക ദേവാലയത്തിലെ ഹോളി ചൈൽഡ്ഹുഡ് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ക്രിസ്തുമസ് ആഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തപ്പെട്ടു. 120ഓളം കുട്ടികൾ പങ്കെടുത്ത പരിപാടികൾ സാന്തയുടെ വരവോടെ സജീവമായി. വികാരി ഫാദർ സിജു മുടക്കോടിയുടെയും അസിസ്റ്റന്റ് വികാരി ഫാദർ അനീഷ് മാവേലി പുത്തൻപുരയുടെയും പ്രാർത്ഥനയോടെ ആരംഭിച്ച ക്രിസ്തുമസ് പ്രോഗ്രാമിൽ ഉടനീളം കുട്ടികൾ സജീവമായി പങ്കുചേർന്നു. ഡാൻസും പാട്ടും കഥപറച്ചിലും ഫോട്ടോഷൂട്ടും പ്രോഗ്രാമിനെ വർണ്ണഭംഗിയുള്ളതാക്കി മാറ്റി. എൽഫും ക്രയോ ഷോയും പ്രോഗ്രാം മികവുറ്റതാക്കി മാറ്റി. കുട്ടികൾക്ക് സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. പ്രോഗ്രാം കോർഡിനേറ്റർമാരായ മിന്റു മണ്ണുകുന്നേൽ, മീന പുന്നശ്ശേരിൽ, DRE സജി പൂത്തൃക്കയിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. യൂത്ത് വോളണ്ടിയേഴ്സ്, കൈക്കാരന്മാർ, അധ്യാപകർ, സിസ്റ്റേഴ്സ് എന്നിവർ ക്രമീകരണങ്ങൾ ഒരുക്കി. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.